അലൈക്കും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ. CBSE ക്ലാസ് 10 അറബിക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് അതിലൊരു 10 മാർക്കിന് വരുന്നൊരു ഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഏതെങ്കിലും 3 ചാപ്റ്ററിൻ്റെ പാസേജ് അതിൽ കൊടുക്കും. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 3-ൽ 2 ക്വസ്റ്റ്യനാണ് ആക്ച്വലി കുട്ടികൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് പല മെത്തേഡ്സുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് ടീച്ചേഴ്സ്. അപ്പോൾ അതിൽ ഒരു പക്ഷേ നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയെടുക്കാം, ചിലപ്പോൾ അത് ടൈപ്പ് ചെയ്യുന്നവരുണ്ട്. എങ്ങനെയായാലും ഈസി ആയിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം തന്നെ നമുക്ക് ഈസി ആയിട്ട് അതെങ്ങനെ കൃത്യമായിട്ട് ഈസി ആയിട്ട് സ്കാൻ ചെയ്തെടുക്കാം, ആ ടെക്സ്റ്റുകൾ എങ്ങനെ നമുക്ക് നോക്കി കൃത്യമായിട്ട് ടേക്ക് ഔട്ട് ചെയ്യാം എന്നൊരു ഈസി മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ ചാപ്റ്റർ 12 ആയിട്ടുള്ള യസൂറു ആദിലുൻ മദ്രസ്തൻ സാനവിയത്തൻ ഫിദിഹിലി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഭാഗം, ആ ഭാഗമാണ് ഇന്ന് എടുക്കാൻ ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് എടുക്കുക. ആദ്യം നമുക്ക് എടുക്കേണ്ട ഇപ്പോൾ ഈ പേജ് ഞാൻ എടുക്കുകയാണ്. ചാപ്റ്ററിൻ്റെ 12 ഈ ഒരു ഭാഗം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. എടുത്ത ശേഷം ഞാൻ എന്താക്കുന്നു, ആ ഭാഗത്തിലെ ഒരു പാരാഗ്രാഫ് എനിക്ക് ആക്ച്വലി എന്താ വേണ്ടതുണ്ട്, കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പാരാഗ്രാഫ് എടുത്തു. ഇത് സ്ക്രീൻഷോട്ട് ഭാഗമാണ്. ഓക്കെ, സ്ക്രീൻഷോട്ടിലെ ഭാഗം ഞാൻ എടുത്തപ്പോൾ ഇതെന്താണ് എനിക്ക് ഫക്കുൽത്തു അയ്യോ ആദിൽ നിന്നല്ല അല്ലെങ്കിൽ കദ്ദം ഏത് പാരാഗ്രാഫാണോ വേണ്ടത് ആ പാരാഗ്രാഫ് ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം താഴെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ഷെയർ ഓപ്ഷൻ ഉണ്ടാവും. ഷെയർ ഓപ്ഷനിൽ നമ്മൾ നിൽക്കുന്നു. എന്നൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഷെയർ വേണം എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ഭാഗം ഞാൻ തൽക്കാലം ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിൾ സെർച്ചിലേക്ക് പോവുകയാണ്. ഗൂഗിൾ സെർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ടെക്സ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫക്കുൽത്തു ആദ്യം എന്നുള്ള പാരാഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ പാരാഗ്രാഫ് ഒന്ന് ഫുൾ വന്നു കഴിഞ്ഞു. ഞാനത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് സംഗതി സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഗൂഗിൾ ഡോക്സിലേക്ക് പോവുകയാണ്. ഗൂഗിൾ ഡോക്സ് ആയാൽ നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് ഗൂഗിൾ ഡോക്സ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഗൂഗിൾ ഡോക്സ്. ഞാൻ ഈ ഗൂഗിൾ ഡോക്സ് തൽക്കാലം ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ ഈ ഒരു ട്രാൻസ്ലേഷൻ പാസേജ് ക്വസ്റ്റ്യൻസ് മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ചാപ്റ്റർ 12 ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് എന്താക്കുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാരാഗ്രാഫ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇനി ഇനി ചാപ്റ്റർ 2 അല്ലെങ്കിൽ ചാപ്റ്റർ 5 ഏതെങ്കിലും ഭാഗം നമുക്ക് തൽക്കാലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 5 പോവുകയാണ് നമ്മൾ. ജസ്റ്റ് ഉദാഹരണമായിട്ട് ഇത് 5 ഭാഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഇതാണ് 5 ഭാഗം. നമ്മളിപ്പോൾ ഈ ഫക്കാല ശ്യാം എന്നുള്ള ഭാഗം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അതിൻ്റെ ഷെയർ ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻ വരുന്ന പോലെ ഗൂഗിൾ സെർച്ച് ഇമേജ് കാണാൻ പറ്റും. സെർച്ച് ഇമേജിൽ പോകുന്നു. ഫക്കാല എന്നുള്ള ഭാഗം നമ്മൾ അത് എടുക്കുന്നു. എടുത്ത ശേഷം കോപ്പി ചെയ്യുന്നു. ഇവിടെ വരുന്നു, ഗൂഗിൾ ഡോക്സിൽ വരുന്നു. ഇവിടെയാണ് നമ്മൾ അത് സാധനം കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കിവിടെ സ്റ്റോർ ചെയ്താക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഏത് ചാപ്റ്ററാണ് വേണ്ടത് ആ ചാപ്റ്ററൊക്കെ നമുക്ക് കൃത്യമായിട്ട് പിന്നെ ഇതുപോലെ ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് അത് സേവ് ചെയ്ത് നേരെ സെർച്ച് ഇമേജിൽ പോകുന്നു. കോപ്പി ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് മുഴുവൻ നമുക്ക് സ്കോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഭാഗം മുഴുവൻ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. എന്നാലും നോക്കുക, എന്തെങ്കിലും ചില്ലറ വ്യത്യാസങ്ങളോ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വരാറുണ്ട്. എന്നാൽ പോലും എവിടെയെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് സംഗതി പിന്നെ കറക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ട ട്രാൻസ്ലേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡ്. ഈസി ആയിട്ട് നമുക്ക് ഈ ഭാഗം അതിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് കളക്ട് ചെയ്ത് അതിലേക്ക് ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.